പെർഫെക്ഷനിസ്റ്റുകൾ ഒരിക്കലും വലിയ ബിസിനസ്സുകാരാകില്ല. അവരെ എപ്പോഴും സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലായിരിക്കും. അവരെവിടെയെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. 80 വയസ്സിൽ ഒരു പിന്നെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഒരിക്കലും ടീം പെർഫോമൻസിൻ്റെ ബെനിഫിറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആണ് വലിയ ബിസിനസ്സുകാരാകുന്നത്. അവരൊരിക്കലും പെർഫെക്ഷനിസ്റ്റുകളല്ല, ആകത്തുമില്ല. പെർഫെക്ഷൻ ഒരിക്കലും നോക്കരുത്. പെർഫെക്ഷനിസ്റ്റ് ആവുകയും ചെയ്തു ഒരു ബിസിനസ്സുകാരും പെർഫെക്ഷനിസ്റ്റുകളല്ല, ആകത്തുമില്ല. പെർഫെക്ഷനിസ്റ്റുകളാകുന്നവരൊരിക്കലും വലിയ ബിസിനസ്സുകാരാകത്തുമില്ല. പല ആൾക്കാരും അവിടെ തെറ്റായ ധാരണയാണ്. പെർഫെക്ഷനിസ്റ്റുകൾ എപ്പോഴും സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ നിൽക്കുകയുള്ളൂ. കാരണം അവരെപ്പോഴും എപ്പോഴും ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്താൽ ശരിയാകില്ല. നമ്മൾ വീടുകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. അവർ വേറൊരു വർക്കും ആർക്കും ഡെലിഗേറ്റ് ചെയ്യത്തില്ല. ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ആര് ചെയ്താലും ശരിയാണ്, ഞാൻ ചെയ്യുന്ന പോലെ പെർഫെക്റ്റ് ആകത്തില്ല എന്ന് വെച്ചാൽ എപ്പോഴും നല്ല ഒരു ബിസിനസ്സുകാരൻ, നല്ലൊരു വളർന്നിട്ടുള്ള ഏതൊരാളും അവരൊരിക്കലും പെർഫെക്ഷനിലേക്ക് നോക്കത്തേയില്ല. അവരുടെ ഒരു 25% പെർഫെക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാൽ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുള്ളൂ. അതിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയും മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കി സമയം വിനിയോഗിക്കുകയും ചെയ്യുകയാണ് ഒരു വലിയ ബിസിനസ്സുകാരനാകുന്നവരെല്ലാവരും ചെയ്യുന്നത്. വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യങ്ങൾ ഒരിക്കലും പെർഫെക്ഷൻ നോക്കാതെ അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയും വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആ സമയത്ത് ആ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് വലിയ ബിസിനസ്സുകാരല്ല. അവരെപ്പോഴും ഡെലിഗേഷൻ്റെ ആൾക്കാരാണ്. മറ്റുള്ള ആൾക്കാരെ എംപവർ ചെയ്യുക, എൻകറേജ് ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ ഇനി മോശമാണെങ്കിൽ പോലും ഓക്കെ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുക, അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക. അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് ആ ലീഡർ മാറുകയാണ്. ഏതൊരു വലിയ ബിസിനസ്സുകാരും അങ്ങനെയാണ് ആകുന്നത്. അല്ലാതെ പെർഫെക്ഷനിസ്റ്റുകൾ ഒരിക്കലും വലിയ ബിസിനസ്സുകാരാകില്ല. അവരെ എപ്പോഴും സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലായിരിക്കും. അവരെവിടെയെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. 80 വയസ്സിൽ ഒരു പിന്നെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഒരിക്കലും ടീം പെർഫോമൻസിൻ്റെ ബെനിഫിറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആണ് വലിയ ബിസിനസ്സുകാരാകുന്നത്. അവരൊരിക്കലും പെർഫെക്ഷനിസ്റ്റുകളല്ല, ആകത്തുമില്ല.